സുഹൃത്തുക്കളെ, ഞാനിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടൊരു കുൽഫി ഉണ്ടാക്കുക. നമ്മുടെ പയ്യന് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് സ്വയം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ആദ്യമായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ആയ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് നമ്മളതൊന്ന് വറുത്തെടുക്കാം. ബദാമുണ്ട്, വാൾനട്ട് ഉണ്ട്, കാഷ്യൂ നട്ട്സ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യം പാലാണ്. നമ്മുടെ ആവശ്യാനുസരണമാണ് നമ്മൾ പാൽ ഉപയോഗിക്കുന്നത്. ഞാൻ എടുത്തിരുന്നത് 2 ഗ്ലാസ് പാലാണ്. പാലിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി പൊടിച്ച ഏലക്ക കുറച്ച് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് പതിയെ ഇളക്കി കൊടുത്ത് അതിൽ വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കാം. മധുരത്തിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ശർക്കരപ്പൊടിയാണ്. അത് ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം ആ തിളച്ചിരിക്കുന്ന ആ പാലിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് ലയിപ്പിച്ചെടുക്കണം. നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. പൊടി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ അകത്ത് തരികളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് ഇളക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ പാൽപ്പൊടി ഇഷ്ടമുള്ളവർക്ക് പാൽപ്പൊടി കൂടി കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഞാനത് ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം അത് നമുക്കൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് ആവശ്യാനുസരണം പകർന്നു വയ്ക്കാം. എൻ്റെ കയ്യിൽ സ്റ്റിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്ട്രോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ട്രോ കട്ട് ചെയ്ത് സ്റ്റിക്കായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് വെച്ച് ഇങ്ങനെ, ഇതിപ്പോൾ ഞാൻ 2 പേർക്ക് വേണ്ടിയാണ് ഒരു ഗ്ലാസ്സിൽ നിറച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ച് അത് സെറ്റ് ചെയ്തിട്ട് നേരെ ഫ്രീസറിലേക്ക് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ കുൽഫി സെറ്റായിട്ടുണ്ട്. നമുക്കെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചെക്കൻ്റെ അഭിപ്രായം കേട്ടല്ലോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കി ടേസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.